എങ്ങ പോയാലോ? സാർ നമുക്കൊരു പരാതിയുണ്ട് സാർ. പരാതി ബോധിപ്പിക്കാനുണ്ട് സാർ. എൻ്റെ പേര് പരന്തു വാസു. എനിക്കിവിടെ ചെറിയൊരു കുടുംബമുണ്ട് സാറേ. തക്കുടുവാവ അധോലോകം എന്നാണ് എൻ്റെ കുടുംബത്തിൻ്റെ പേര്. എൻ്റെ കുടുംബത്തിലെ ഒരു അംഗമാണ് ഇത് ജർമ്മൻ കണ്ണാപ്പി. സോ ഇപ്പോൾ അപ്പോൾ പയ്യൻ ഞങ്ങളവിടെ മുതുക്കിൽ ഗരാജിൻ്റെ അവിടെ റിപ്പയർ ഷോപ്പിൻ്റെ അവിടെ നിൽക്കുമായിരുന്നു സാറേ. റിപ്പയർ ഷോപ്പിന്റെ അവിടെ നിന്ന സമയത്ത് ഞങ്ങൾ 4 പേരുണ്ട്. ഞങ്ങൾ ബാക്കി ഈ ജർമ്മൻ കണ്ണാപ്പി ഒഴിച്ച് ബാക്കി 4 പേര്, പപ്പടം വിനീത്, മൈൽസ് മൊറൈൽസ്, TV ബാബു നമ്പൂതിരി, പരന്തു വാസു. പരാതി ബോധ്യപ്പെടുത്തുന്നത് പരന്തു വാസു. പരന്തു വാസു സാർ. ഞങ്ങള് പെട്ടെന്ന് അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം എന്റെ കഷത്തിന്റെ കാലിന്റെ കൂടെ കുറെ വെടി പോയി. കാലിന്റെ ഇടയിലൂടെ കഷത്തിന്റെ ഇടയിൽ കൂടെ വെടി പോയി സാർ. അപ്പൊ വെടി പോയപ്പോ ഇത് സാർ പുറകിൽ വന്ന് നിൽക്കുന്നത് ബോബ്, ഇപ്പുറത്തെ സൈഡിലേക്ക്. അപ്പൊ വെടി പോയി സാർ. പെട്ടെന്ന് എന്തുവാണെന്ന് അറിയാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയപ്പോ ഈ ജർമ്മൻ കണ്ണാപ്പിയുടെ ശരീരമാകെ വെടി കിട്ടിയിരിക്കുന്നു. എന്നിട്ട് അവനെ അടിച്ചിട്ടിട്ട് പീഡിക്കാര് പറയാണ് ഇറ്റ്സ് പീഡി ഹാക്കേഴ്സ് എന്ന്. പറഞ്ഞിട്ട് പോയി സാറേ. ഒരു 144 പോലെ സാർ. മുതുക്ക് ഏരിയ, പെട്രോൾ പമ്പ് ഏരിയ എന്നൊക്കെ പറഞ്ഞ സാറിന് അറിയാലോ. മറ്റേ 18 മിനിറ്റ് 40 സെക്കൻഡ് ആയി സാറേ. ഇവിടുത്തെ TKRPയിലെ ജനങ്ങൾക്ക് എന്ത് സേഫ്റ്റിയാണ് പോലീസുകാരുടെ സൈഡിൽ നിന്നുണ്ടാവുന്നത് സാർ? സാർ എന്റെ കഷത്തിൽ ഇരിപ്പുണ്ട് ഇപ്പോഴും ഒരു ബുള്ളറ്റ്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് സർജറിക്ക് പോകാൻ. നമുക്കൊരു കാര്യം, മറ്റേ ജനങ്ങളെ നമ്മൾ സംരക്ഷിക്കാൻ നോക്കുന്നുണ്ട് സാർ. പക്ഷെ ഇപ്പൊ സാർക്ക് ബുള്ളറ്റ് കൊണ്ടുവന്ന് പറയുന്നത് നമുക്ക് എന്തായാലും അതേപോലെ സാറേ അവനെ നമ്മള് EMS പോലും തൊടുവില്ലെന്ന് പറഞ്ഞു സാർ. ബോധമില്ലാതെ കൊണ്ടുപോയിട്ട് നമ്മൾ മറ്റേ ഇല്ലീഗൽ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ടാണ് സാർ അവനെ നമ്മള് സാർ നമ്മള് 5 മെമ്പേഴ്സിന് നല്ല രീതിയിൽ ബുള്ളറ്റ് ആയിട്ടുണ്ട്. നല്ല പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് നഷ്ടപരിഹാരമായിട്ട് 1 കോടി രൂപയെങ്കിലും കിട്ടണം സാറേ. ഞങ്ങളുടെ ട്രീറ്റ്മെന്റിന് ഇവനാണെങ്കിൽ കണ്ണാപ്പിക്കാണെങ്കിൽ 3 പെണ്ണുമ്പിള്ളേ മക്കളുള്ളതാണ്. ഇവരുടെയൊക്കെ കാര്യം ആര് നോക്കും? ഇനി മേലാണെങ്കിൽ ഒരു പണി എടുക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. മൂന്ന് പെണ്ണുമ്പിള്ള 4 മക്കളും സാറേ. 3 പെണ്ണുമ്പിള്ള, 3 വൈഫ്, പപ്പടം വിനീത് ലാസ്റ്റ് ബാത്റൂമിൽ പോയപ്പോ പോലും അന്ന് 5 വെടി ഉണ്ടായിരുന്നു സാറേ. അതില് എന്തെങ്കിലുമൊക്കെ സാറേ അവന്റെ പെണ്ണുമ്പിള്ളക്ക് ചെലവിന് കൊടുക്കാനല്ല നിങ്ങളുടെ അടുത്ത് പറയാം. നമ്മളെ ഇതിനുള്ള ട്രീറ്റ്മെന്റ് ആദ്യം നോക്കാം സാറേ. മെയിൻ ഓഫീസർ മെയിൻ ഓഫീസർ ആരാണ് സാറേ? സാറേ ഹൽക്കുട്ടൻ. ഹരിക്കുട്ടൻ സാർ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം സാർ. ഞങ്ങൾ വളരെ മാന്യമായിട്ട് ഇവിടെ വന്ന് സംസാരിക്കണതല്ലേ സാർ? റോഡിൽ കിടന്ന് തല ഉരുളും. ഇപ്പൊ നിന്റെ എണീറ്റ് വന്നാലോ സാർ? ഇവന്റെ ഈ വർത്താനമാണ് സാർ. ഇവന് ഭയങ്കര ഒരു മിനിറ്റ് കണ്ണാപ്പി എന്ന് വന്നേ. വല്ല കൊട്ടത്തൈലവും പെരട്ടി ഗ്യാങ് ഹൗസിൽ കിടന്നോളാം. ഞാൻ പറഞ്ഞേക്കാം. അവിടെ ഇവിടെ വന്ന് വെല്ലു വിളിച്ചതിന്റെ അടിച്ചതിന്റെ മോന്തത്തിരിക്കും. ഞാൻ പറഞ്ഞത് വേണ്ട. സംസാരിച്ചോണ്ടിരിക്കും മര്യാദക്ക്.
പൊട്ടവരെ വെടി കിട്ടിട്ട് വായിക്കാത്തവന്റെ ബുള്ളറ്റ് ഇരിക്കണം ഇപ്പോഴും പല്ലിന് വരും. എന്തെങ്കിലും കുറവുണ്ട് സീനിയർ ഓഫീസറിന്റെ പേര് കൽക്കൂട്ടൻ എന്ന് പറഞ്ഞപ്പം ഒരുത്തൻ ചോദിക്കുന്നത് ഹരിക്കൂട്ടനാണ്, അയൽക്കൂട്ടമാണെന്ന്. മര്യാദ സംസാരിക്കല്ലേ അവന്മാര്? ഇതൊക്കെയാണോ ചെറി? സാറേ പറ. സാറേ നമ്മുടെ ഓഫീസർ ഇപ്പൊ വരും, വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള പരിഹാരം കണ്ടെത്തും സാറേ. സാറേ ഞങ്ങളല്ലേ സമരം ചെയ്യും സാറേ ഇവിടെ പി ഡിയുടെ ഫ്രണ്ടില് മറ്റേ ദീർഘകാല സമരം ഇപ്പൊ ട്രെൻഡിങ് ആണ് സാർ. ഹർത്താൽ ഞങ്ങൾ നീതി കിട്ടുന്നവരെ സാറേ ഞങ്ങൾ സിറ്റി കയറൂലേ സാറേ? സത്യം പറയാം, സിറ്റി കയറൂലേ സാറേ? നീതി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ സാറേ സിറ്റി കയറൂല, സീരിയസ് ആയിട്ട് ഞങ്ങൾ സിറ്റി കയറൂല സാറേ. ഞങ്ങൾ പിണങ്ങും സാറേ, ഞങ്ങൾ തമിഴ്നാട് പോകും, സാർ സമരം ചെയ്യും, ജനാധിപത്യം സമരം ചെയ്യും, സമരം ചെയ്യും, നീതി കിട്ടുന്നവരെ സമരം ചെയ്യും. നീതി പാലിക്കുക, നീതി പാലിക്കുക, TKPD നീതി പാലിക്കുക. സാർ ഞങ്ങൾക്ക് ഞങ്ങളുടെ നീതി കിട്ടണം. വെറുതെ സാർ ഞാൻ പറയാം, ഇതാ ഏതാണ് മെയിൻ ഓഫീസർ? ഏതാണ് മെയിൻ ഓഫീസർ? ഒരു മിനിറ്റ് സാറേ, എടാ കണ്ണാപ്പി ഇങ്ങോട്ട് വന്നേ, കണ്ണാപ്പി ഇങ്ങോട്ട് വന്നേ. ഈ പിടിച്ചിരിക്കുന്ന കൊടിയില്ലേ, ഇത് ഗൗഡാജിയുടെ കൊടിയൊന്നും അല്ല, ഇത് കുറച്ച് വിഷയമാണ്. ഇത് മാറ്റിയത് അല്ലല്ല, ഇത് പ്രൈഡ് ഫ്ലാഗ് ആണ്. ഫ്ലാഷ് അടിക്കിട്ട് എടാ ഈ കൊടി മാറ്റി വേറെ കൊടി. ബൈസെക്ഷലിന്റെ പോലീസ് തീരുമാനിക്കാ. നമ്മുടെ നാട്ടുമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന് ഇതിന്. അവർക്ക് കൊടിയുന്നവരാണ് ഇത് അർജന്റീന. പോലീസ് തീരുമാനിക്കാ. അർജന്റീന സാർ ഹലോ സാർ, ആരാണ് ഇവിടുത്തെ സീനിയർ ഓഫീസർ? ഞങ്ങൾക്കൊന്ന് സംസാരിക്കണം സാർ. ഓ സാർ പറഞ്ഞു സാർ, അങ്ങോട്ട് 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 നിൽക്കാൻ വരും. ഓ സാർ എങ്ങനെയുണ്ട്? പ്രശ്നമാകട്ടെ, ഇതെന്നെ കൊണ്ടുപോകാനാണ്. കേൾക്കാൻ ഒരു മിനിറ്റ് കണ്ണാപ്പി, ഒന്ന് കണ്ണാപ്പി ഒന്ന്. ഗൗഡാജി ആരാ? നിന്റെ അച്ഛനാ? അങ്ങനെ വിളി, അങ്ങനെ വിളി, അങ്ങനെ വിളി, അങ്ങനെ വിളി. ജയ് ജയ് വാസണ്ണൻ, ജയ് ജയ് പരിദാസ്, ജയ് ജയ് വാസുജി. സാർ ആരോടാണ് സാർ, ആരോടാണ് സംസാരിക്കുന്നത്? സാറാണ് ഈ വെള്ളം ഇവിടെ സാറാണോ? നമ്മുടെ പിള്ളേരെ തൊട്ടേ അങ്ങനെ ഇറ്റ്സ് PD ഹാക്കേഴ്സ് എന്നാ. നിങ്ങളെല്ലാം തറയിലിരുന്നു, തറയിലിരുന്നു, തറയിലിരുന്നു. ഞാൻ വരുന്നവരെ ഇവിടെ ഇരുന്നു, തറയിലിരുന്നു, തറയിൽ. അണ്ണനൊരു പോറിന്റെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ സീനാവും. ഹലോ സാർ, ഞാനും ബാബു ഉണ്ട് സാർ. ബാബു ബാബുന്റെ ബാബുവിനെ അറസ്റ്റ് ചെയ്ത് വക്കീലാണ്. ബാബു 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 വന്നേ, ഇങ്ങോട്ട് വന്നേ. ബാബു റെഡി? നോക്കണേ ഇവരെ എൻട്രി ചെയ്തു.
ജയ് ജയ് ഗൗഡാജി. എവിടെ ചേര് വാസുജി വാസുജി മാറി പോയി വാ, 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 വാ. പപ്പട കമ്പിയിലൊക്കെ സംസാരിക്കണം സാർ. പല്ല് പോയി. പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ വെച്ച് ബോർഡ് വെച്ച് നോക്കിയേ 69 എവിടെ കേറിയാ പോയി. ഇവിടെ നിന്ന് സംസാരിക്കാം. അകത്തുപോയി കൊണ്ടുപോകും സാർ. നമ്മളിവിടെ നിന്നോളാം സാർ. ഇവിടെ സംസാരിച്ചോളാം സാർ. ഇവിടെ സംസാരിച്ചോളാം. ഇല്ല സാർ നമ്മളിവിടെ സംസാരിച്ചോളാം. എന്റെ കൂടെ വന്ന എന്റെ പിള്ളേര് തറയിലിരിക്കുമ്പോ എനിക്ക് അങ്ങനെ AC-ക്കകത്ത് കയറി സംസാരിക്കണ്ട സാർ. ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കാനാണ് വന്നത്. ഈ നിയമത്തിലുള്ള അവിശ്വാസമാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തൻ മുതുക്കി കയറിയതിന്റെ ഫ്രണ്ടിൽ ബോർഡം കെട്ടി കിടന്നത്. സാർ ഞാൻ ഒരു കാര്യം പറയാം സാർ. ഞങ്ങളുടെ കൂട്ടത്തില് എന്റെ പേര് പരുന്ത് വാസു. എന്റെ കുടുംബത്തിന്റെ പേര് തക്കുടുവാവ അധോലോകം. എന്റെ കുടുംബത്തിലെ ഒരു അംഗമായ ജർമ്മൻ കണ്ണാപ്പി അവിടെ പച്ചമുടിയിട്ട് മറ്റേ ഫ്ലാഗും പിടിച്ചിരിക്കുന്ന പയ്യൻ. അവിടെ ഞങ്ങൾ ഒരുമിച്ച് മുതുകിൽ നിന്ന് സംസാരിക്കുമായിരുന്നു. പെട്ടെന്ന് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ വെടികൊണ്ട് വീഴുന്നു. വെടി വന്നത് പീഡിയുടെ തോക്കിൽ നിന്ന്. നമ്മുടെ പയ്യനെ കൊന്നിട്ടതിന് ശേഷം ഇറ്റ്സ് PD ഹാക്കേഴ്സ് എന്ന് അവനോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടും പോയി. ഒരു കാര്യം പറയാം, അങ്ങനെ ഒരു ഫയറിംഗ് സിറ്റുവേഷൻ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ രണ്ടാമത്തത് PD അങ്ങനെ പറയത്തില്ല. അല്ല PD ഫയർ സിറ്റുവേഷൻ എടുത്തില്ല ഗരാജിന്റെ ഫ്രണ്ടില്. അല്ല പമ്പിന്റെ ഫ്രണ്ടിൽ. ഓക്കെ സാർ. അപ്പം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മാഡം നമുക്ക് കിട്ടിയ ന്യൂസ് ഒരു മാഡം ആയിരുന്നു. സാർ ഒരു മിനിറ്റ് ഇതാ വരുന്നേ. സാർ ഒരു മിനിറ്റ് അവിടെ സീക്രട്ട് ആയതിന്റെ വണ്ടി അൺലോക്ക് ആവുന്നില്ലെന്ന്. എനിക്കൊന്നും പറയല്ല. ഗെയിമായിട്ട് എടുക്കണം ഗൈസ്. ഓക്കെ ദയവ് ചെയ്ത്. എനിക്ക് എല്ലാ ഇതിനോടും റെസ്പെക്ട് ഉണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. എന്തൊരു സാറേ ബിസിനസ് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ ഞങ്ങളൊക്കെ അവിടെ വന്ന് ഓർമ്മയുണ്ടോ? ഞാൻ ആഴ്ചയിൽ ഒരു ബിസിനസ് തുടങ്ങുന്ന സാറേ. അപ്പൊ എനിക്ക് ഓർമ്മയില്ല ഇത് ഏത് ബിസിനസ് ആണ്. പൊട്ടി എല്ലാം പൊട്ടും.